ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. പഴയത് കഴിഞ്ഞു പോയിരിക്കുന്നു, ഇതാ പുതിയത് വന്നിരിക്കുന്നു. നമുക്കറിയാം, കാലചക്രം അനസ്യൂതം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഋതുഭേദങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾക്ക് ഒരു പരിഭവം കൂടാതെ വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2024-ഉം 2025-ന് വഴിമാറിക്കൊടുത്തു. നമ്മളെല്ലാവരും 2024 ടാറ്റ പറഞ്ഞു. 2025-ലേക്ക് പ്രാർത്ഥനാ പരിസരം കാലുകുത്തിയിരിക്കുകയാണ്. അങ്ങോട്ട് കടന്നു വരികയാണ്. 2025-നെ സ്വാഗതം ചെയ്തുകൊണ്ട് അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ 2025-ലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കണം. നാളിതുവരെ ഈ 2024 ലാസ്റ്റ് വരെയും ഡിസംബർ 31-ാം തീയതി വരെയും നമ്മളെ നടത്തിയ ദൈവത്തിൻ്റെ വൻ കൃപകളെക്കുറിച്ച് നമുക്ക് ഓർക്കാം, ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം തന്നെ 2025-ലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരിക്കലും ഈ 2024-ലെ പരാജയഭീതികൾ അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന കുറ്റബോധങ്ങൾ അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്ന ഏതെങ്കിലും ഓർമ്മകൾ നമ്മെ വേട്ടയാടുവാൻ പാടുള്ളതല്ല. കാരണം ഇന്നലത്തെ ആ ഓർമ്മപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഇന്നലത്തെ പരാജയഭീതികൾ, നാളത്തെക്കുറിച്ചുള്ള ആ ഉത്കണ്ഠകൾ ഇന്നിനെ ഞെരുക്കുവാൻ പാടില്ല. ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ 2025 ജീവിക്കുമ്പോൾ സ്വതന്ത്രമായി ജീവിക്കാം. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലെ പരാജയങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. എന്തുകൊണ്ടാണ് അവിടെ പരാജയം സംഭവിച്ചത് എന്നുള്ള റീസൊല്യൂഷൻ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ആ പരാജയത്തെയെല്ലാം വിജയമായി തീർക്കണം. രണ്ടാമത്, അവിടെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറക്കേണ്ടത് നമ്മൾ ഓർത്തു വെക്കും, ഓർക്കേണ്ടത് നമ്മൾ മറക്കും. നമ്മൾ മറക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളോട് ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ദ്വേഷിച്ചിട്ടുണ്ടെങ്കിൽ, ചതിച്ചിട്ടുണ്ടെങ്കിൽ, അവർ എന്തെങ്കിലും പരുഷവാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയണം. രണ്ടാമത്, ഓർമ്മിക്കേണ്ടത് നമ്മൾ പലപ്പോഴും മറക്കും. നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും തന്നിട്ടുള്ളവർ, നമ്മുടെ രോഗക്കിടക്കയിൽ നമ്മെ ഒന്ന് ആശ്വസിപ്പിച്ചവർ, നമ്മളെ പ്രോത്സാഹിപ്പിച്ചവരൊക്കെ നമ്മളൊന്ന് ഓർക്കണം. അവരെ ഓർത്ത് അവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കേണ്ട കടമയുണ്ട്. അപ്പം 2025-ലേക്ക് നമുക്ക് കടക്കുകയാണ്. ദൈവത്തിൽ ആശ്രയം ജീവിക്കാം. അതായത് ഈ കാലം മാറും, ദിവസം മാറും, നമ്മൾ ഈ കാണുന്ന ലോകമൊക്കെ മാറും. പക്ഷെ മാറാത്തവനായിട്ട് ഒറ്റ ഒരാളേ ഉള്ളൂ, അത് ദൈവനമ്പുരാൻ മാത്രം. യേശുവമ്പുരാൻ ഇന്നലെയും ഇന്നും നാളെയും ഒരിക്കലും മാറാത്തവനാണ്. ആ യേശുവമ്പുരാനെ നോക്കിയാണ് നാം ജീവിക്കേണ്ടത്. ആ യേശുവമ്പുരാനെയാണ് നമ്മൾ അനുകരിക്കേണ്ടത്. ഈ ലോകത്തിലേക്ക് ദൈവനമ്പുരാൻ വന്നത് നമുക്ക് ദൃഷ്ടാന്തമായത് നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് കാണിക്കാനാണ്. ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് കാണിക്കാനാണ്. അപ്പോൾ ആ യേശുവിനെയാണ് അനുകരിച്ചുകൊണ്ടാണ് നമ്മൾ 2025-ൽ പ്രവേശിക്കേണ്ടത്. വേദപുസ്തകം പറയുകയാണ്, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. അതായത് യേശുവമ്പുരാനെ പോലെ നമുക്ക് ജീവിക്കാൻ വ്യക്തിപരമായി, നമ്മുടെ നമ്മൾ വ്യക്തിപരമായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ ജീവിക്കാൻ, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മനുഷ്യരെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. കാരണം മനുഷ്യരെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് നമ്മൾ ഈ സമൂഹ ജീവിയാണ്. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കുവാനേ പറ്റത്തില്ല. എന്നെ ഞാനാക്കിയത് പലരുടെയും പ്രയത്നമാണ്. എനിക്ക് ജന്മം തന്ന മാതാപിതാക്കൾ, എന്നെ വളർത്തിയ മാതാപിതാക്കൾ, എന്നെ പഠിപ്പിച്ച അധ്യാപകർ, എനിക്ക് ആത്മീയ വിദ്യാഭ്യാസം തന്ന എൻ്റെ ആത്മീയ ഗുരുക്കന്മാർ, അല്ലെങ്കിൽ ഞാൻ ഈ ഭക്ഷിക്കുന്ന ആഹാരം പോലും അത് ഏതോ ദേശത്ത് ഈ കർഷകർ, അതായത് അവരുടെ അധ്വാനമാണ്, വിയർപ്പിൻ്റെ വിലയാണ് ഞാൻ ഭക്ഷിക്കുന്നത്. അതായത് വെയിലത്തും മഴയത്തും ഒക്കെ ഇന്ന് അധ്വാനിച്ച അവരുടെ അധ്വാനം ഞാൻ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ ഞാൻ ഇടുന്ന ഈ ഉടുപ്പ് ഏതെങ്കിലും കൈത്തറിയിൽ നെയ്യുന്ന തുണികൾ, അതിന് തയ്യൽക്കാരുടെ ഒക്കെ കയ്യിലൂടെ അവരുടെയൊക്കെ അധ്വാനമാണ്. നമ്മൾ കഴിക്കുന്ന വാച്ച്, നമ്മളെല്ലാം തന്നെ നമ്മൾ വീടുന്ന വീട്, എന്തായാലും നമ്മെ നാം ആക്കുന്നത് ഈ സമൂഹമാണ്, അതല്ലെങ്കിൽ പല വ്യക്തികളാണ്. അപ്പോൾ ആ വ്യക്തികളെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ടും അവരെയൊക്കെ സ്മരിച്ചുകൊണ്ടും അവരെ കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടും വേണം നമ്മൾ ജീവിക്കുക. അപ്പം വ്യക്തിപരമായി നമ്മൾ നോക്കുമ്പോൾ ഈ 2025 ദൈവത്തെ പോലെ വ്യക്തിപരമായി യേശുവമ്പുരാനെ പോലെ വളരണം. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മനുഷ്യരെയൊക്കെ ഉൾക്കൊള്ളുകൊണ്ട് സ്നേഹത്തോടെ അവരോടൊക്കെ നല്ല
പെരുമാറ്റത്തോട് നമ്മൾ ജീവിക്കുവാൻ കഴിയണം. രണ്ടാമത് അവിടെ പറയുന്നത് കുടുംബമായിട്ടാണ്. ഒരു കുടുംബത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അവന് 12 വയസ്സുള്ളപ്പോൾ അവർ പതുപോലെ പെരുന്നാളിന് പോയി. അതായത് കുടുംബപരമായിട്ട് ഒരു ആരാധനയുള്ള ഒരു കുടുംബമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന, പള്ളിയിൽ പോയി അല്ലെങ്കിൽ ആലയങ്ങളിൽ പോയി കുടുംബപരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിരിക്കണം. നമ്മൾ ഈ ഒരു കുർബാനയൊക്കെ കൊണ്ട് വചനമൊക്കെ പാലിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്ന കുടുംബപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത് അവിടെ പറയുന്ന ഒരു കാര്യമാണ്, മകനേ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് നിൻ്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. ഒരു കുടുംബത്തിൽ ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. അതായത് കുടുംബം എന്ന് പറയുന്നത് ഞാനല്ല, ഞങ്ങളാണ്. അല്ലെങ്കിൽ അത് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ദർ ഇസ് നോ ഐ ഇൻ എ ടീം. അതായത് ടീമിൽ ഐ ഇല്ലാത്തതുപോലെ കുടുംബത്തിൽ ഞാനില്ല, നമ്മളും ഞങ്ങളുമാണ്. അപ്പോൾ ആ കുടുംബത്തിൽ ഒറ്റക്കെട്ടോടെ ജീവിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് പറയുന്നത്. പിന്നെ അവിടെ പറയുന്ന ഓരോരുത്തർക്കും ഒരു സ്ഥാനമുണ്ട്. നിൻ്റെ അപ്പനും ഞാനും തിരഞ്ഞു എന്നാണ് പറയുന്നത്, മാതാവ് പറയുന്നത്. അതായത് യേശുമ്പുരാന് പെരുന്നാളിന് പോയപ്പോൾ കാണാതാകുന്നു, പിന്നെ ദേവാലയത്തിൽ കണ്ടുമുട്ടുന്നു. അപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമാണ്, നിൻ്റെ അപ്പനും ഞാനും എത്രമാത്രം വ്യസനിച്ചു ഇവിടെയൊക്കെ തിരഞ്ഞു എന്നാണ് പറയുന്നത്. നിൻ്റെ അപ്പൻ, ഞാൻ ഇവിടെ തിരഞ്ഞു എന്ന് പറയാമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അപ്പനും എന്ന് പറയാമായിരുന്നു. പക്ഷേ അവിടെ മുന്നേ സ്ഥാനം കൊടുക്കുന്നത് ഒരു പിതാവിനാണ്, ആ കുടുംബ നായകനാണ്. അപ്പം ഒരപ്പനൊരു സ്ഥാനമുണ്ട്, അത് കഴിഞ്ഞ് മാതാവിനൊരു സ്ഥാനമുണ്ട്, അത് മക്കൾക്കൊരു സ്ഥാനം. അപ്പോൾ ആ ഒരു സ്ഥാനം അനുസരിച്ച് പരസ്പര ബഹുമാനത്തോടെയും ധാരണയോടെയും സ്നേഹത്തോടെയും വാത്സല്യത്തിനും ജീവിക്കാൻ കഴിയണം. അപ്പം അപ്പന് ഒരു സ്ഥാനം കൽപ്പിച്ചേക്കുക നമ്മുടെ പാരമ്പര്യമാണ്. അതുപോലെ മാതാവ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ വാത്സല്യത്തോടെ വളർത്തുന്ന ഒരു സ്ഥാനമുണ്ട്. അവരെ അനുസരിക്കേണ്ട ഒരു ഘടകം മക്കൾക്കുമുണ്ട്. അവിടെ യേശുമ്പുരാൻ തന്നെ പറയാൻ നോക്കിയിട്ട് അവൻ അവരോടുകൂടി ഇറങ്ങി നസ്രയത്തിൽ നിന്ന് അവർ കീഴടങ്ങിയിരുന്നു. അതായത് യേശുമ്പുരാൻ അപ്പനും അമ്മയും കീഴടങ്ങി വിധേയപ്പെട്ടിരുന്നു. അതുകൊണ്ട് മക്കളായ നമ്മൾ ഈ കുടുംബജീവിതത്തിൽ മാതാപിതാക്കളെ അനുസരിച്ച് അവർ നമ്മുടെ നല്ലതിന് വേണ്ടി മാത്രമാണ് പറയുന്നത്, അവരെ അനുസരിച്ച് ജീവിക്കുവാനുള്ള കടമ നമ്മൾക്കുണ്ട്. അപ്പം ആ ഒരു കീഴടങ്ങൽ എന്ന് പറയുന്ന ഒരു അടിമയുടെ കീഴടങ്ങലല്ല, അല്ലെങ്കിൽ ഒരു യജമാൻ്റെ കീഴിൽ ദാസൻ്റെ വിധേയത്വമല്ല, അല്ലെങ്കിൽ തൊഴിൽ സ്ഥാനത്ത് മുതലാളിയുടെ കീഴിൽ തൊഴിലാളി കീഴടങ്ങുന്നതല്ല. അവിടെയൊക്കെ ചെയ്തേ പറ്റൂ. ഒരടിമയ്ക്ക് ആ യജമാനൻ പറയുന്ന കാര്യം ചെയ്തേ പറ്റൂ. തൊഴിൽ സ്ഥലത്ത് മുതലാളി പറയുന്ന കാര്യം, സൂപ്പർവൈസർ പറയുന്ന കാര്യം ഈ തൊഴിലാളിക്ക് ചെയ്തേ പറ്റൂ. അതുപോലെ തന്നെ ദാസന് ചെയ്തേ പറ്റൂ യജമാൻ പറയുന്ന കാര്യം. എന്നാൽ വീട്ടിലതല്ല, നമുക്ക് സ്നേഹപൂർവ്വം നിരസിക്കാം, അനുസരിക്കാം. അവിടെയൊക്കെ അപ്പനും അമ്മയും സ്നേഹത്തോടെ അത് കേൾക്കും, അല്ലെങ്കിൽ ബാലശിക്ഷ തരും. അതാണ് ഒരു സ്വർഗീയ പിതാവിൻ്റെ ആ കുടുംബത്തോട് നമ്മൾ ചേർന്നിരിക്കുന്ന അനുഭവമാണ് ഒരു സ്വർഗീയമായ അനുഭവം, തിരുക്കുടുംബത്തിൻ്റെ അവസ്ഥയാണ്. അപ്പം അതുപോലെ പരസ്പര സ്നേഹത്തോടും വാത്സല്യത്തോടും ഒക്കെ മാതാപിതാക്കൾ മക്കളെ എന്തെങ്കിലും തെറ്റ് കണ്ട ശാസിക്കും, ബാലശിക്ഷ നടക്കും. അതുപോലെ മക്കൾക്ക് അവരോ സ്നേഹപൂർവ്വം നിരസിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ എങ്ങനെ 2025 ഈ യേശുമ്പുരാൻ്റെ കുടുംബത്തെ പോലെ നമുക്ക് ജീവിക്കുവാൻ കഴിയണം. അതുപോലെ നമ്മൾ ഈ കുടുംബത്തിൽ ഈ ലോകത്തിൽ നമ്മളെ ഏൽപ്പിക്കുന്ന നിയോഗങ്ങളൊക്കെ ജോലികൾ ചെയ്യുമ്പോൾ തന്നെ യേശുമ്പുരാൻ നമുക്ക് കാണിച്ച ദൃഷ്ടാന്തമുണ്ട്. അതായത് അനാഥരെയും ആലംബകരെയും ഒക്കെ ചേർത്ത് നിർത്തണം, എല്ലാവരും ഉൾക്കൊള്ളാൻ കഴിയണം. ചുങ്കക്കാരെയും പാപികളെയും ഒക്കെ അവരെ വീണിടത്ത് തന്നെ വീഴ്ക്കുമല്ല, അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ കഴിയണം നമുക്ക്. അതായത് ഒരു തെറ്റ് ചെയ്തു, എന്നത്തേക്കും ആ തെറ്റല്ല, യേശുമ്പുരാന് അതുമാത്രം ക്ഷമിച്ചു, അതുപോലെ നമുക്ക് അവരോട് ക്ഷമിക്കുവാൻ കഴിയണം. അവിടെ ഒരു കാര്യം പറയുന്നത്, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ ഏൽപ്പിച്ച ഭൗതികമായ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുമ്പോൾ തന്നെ യേശുമ്പുരാൻ ചെയ്തതുപോലെ മറ്റുള്ളവരെ സഹായിക്കുവാനും ഒക്കെ കഴിയണം. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ദേവാലയത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് വേണം. അവിടെ പറയുന്നുണ്ട്, അത് പകുതി വഴി വന്നു, അപ്പോഴാണ് യേശുമ്പുരാനെ കാണാതായി, അവർ ദേവാലയത്തിലേക്ക് മടങ്ങിപ്പോവാണ്. അപ്പം നമുക്കും ഈ 2025 ഒരു മടങ്ങിപ്പോക്കിൻ്റെ അനുഭവം ഉണ്ടാകും. നമ്മുടെ ദേവാലയത്തിൽ, നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ നഷ്ടപ്പെട്ട അനേകരുണ്ട്. ഒരു പക്ഷെങ്കിൽ അത് നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, അതിർവഴക്കിനെ പ്രതി മിണ്ടാതിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളാകാം. പ്രതിസന്ധിയിൽ നിന്നെ ഇട്ടേച്ച് പോയി, അല്ലെങ്കിൽ നിൻ്റെ പ്രതിസന്ധിയിൽ നിന്നോട് എനിക്ക് താല്പര്യമില്ലെന്നും പറഞ്ഞ് എന്നേക്കുമായി വിട്ടുപോയവരായിരിക്കാം, അല്ലെങ്കിൽ അതിര് വഴക്കിൻ്റെ പേരിൽ വഴക്കുണ്ടായി പിരിഞ്ഞു പോയവരായിരിക്കാം, സുഹൃത്ത് ബന്ധങ്ങളിലെ വിള്ളലാകാം. അവരെയൊക്കെ ഒന്ന് തേടിപ്പിടിക്കാൻ, നഷ്ടപ്പെട്ടതിനെ ചേർത്ത് നിർത്തുവാൻ കഴിയണം. യേശുമ്പുരാനെ, അതായത് നഷ്ടപ്പെട്ടത് ദേവാലയത്തിൽ, നമ്മുടെ ഹൃദയമാവുന്ന ദേവാലയത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ആരൊക്കെ ഉണ്ടോ, അതായത് ഒരു ചെറിയൊരു പ്രശ്നത്തിൻ്റെ സൗന്ദര്യപ്പിണക്കത്തിൻ്റെ പേരിലായിരിക്കാം വിട്ടുപോയി, അവരെയൊക്കെ ഒന്ന് ചേർത്ത് നിർത്തുവാൻ കഴിയും. അവസാനമായിട്ട് ഇവിടെ പറയുന്നത്, എൻ്റെ
പിതാവിൻ്റെ ഉള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ എന്ന് യേശുമ്പുരാൻ പറയുകയാണ്. അതായത് ദിവാലയത്തിൽ ചെന്നിട്ട് യേശുമ്പുരാനെ ഇങ്ങനെ അവർ തിരക്കുമ്പോൾ പറയുവാണ്, ഞാൻ എൻ്റെ പിതാവിനുള്ളത് ഇരിക്കേണ്ടതല്ലയോ. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഈ ലോകത്തിൻ്റെതല്ല, നമ്മളിവിടെ പരദേശികളാണ്. നമുക്ക് സ്വർഗ്ഗമാണ്, സ്വർഗത്തിലെ പൗരത്വമുള്ളത്. അവിടുത്തെ പൗരത്തിനനുസരിച്ചാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. അല്ലാതെ അനർഹമായി വെട്ടിപ്പിടിക്കുവാനോ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിക്കുവാനോ മറ്റുള്ളവരെ ദ്രോഹിച്ച് അതിരുമാന്തമൊന്നുമല്ല. അവരോടൊക്കെ ക്ഷമിച്ച് ഒരു നല്ല രീതിയിൽ പോയിട്ട് നമ്മുടെ ലോകം ഇതൊരു പരദേശവാസമെന്ന ബോധ്യത്തോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയാം. അതുപോലെ 2025 കിടക്കുമ്പോൾ നമുക്ക് സന്തോഷം മാത്രമായില്ല, സങ്കടങ്ങളും വരാം, ദുഃഖങ്ങളും വരാം, സുഖം മാത്രമല്ല. യേശുമ്പുരാൻ അതാണ് നമ്മൾ കാണിച്ചത്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ കഷ്ടങ്ങളും പ്രയാസവും ഉണ്ടെന്നുകൂടെയാണ് യേശുമ്പുരാൻ കാണിച്ചു തന്നത്. അതായത് കൂരിരു താഴെക്കൂടെ നടന്നാലും, അതായത് നടക്കേണ്ടി വരുമെന്നല്ല, ഒരുപക്ഷെ നടക്കേണ്ടി വന്നാലും നമ്മുടെ അവിടെ ഭയപ്പെടുകയില്ലെന്നൊരു ബോധ്യം യേശുമ്പുരാൻ നമ്മൾ ഉണ്ടെന്നുള്ള ബോധ്യമാണ്. അതായത് ഹോശയ്യ പ്രവാചകൻ പറയുകയാണ്, ഈ ഹോശയ്യ കല്യാണം കഴിക്കാൻ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ ദൈവം പറയുന്നതാണ്, നീ ഒരു വേശ്യയെ വിവാഹം കഴിക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഒരു ചെറുപ്പക്കാരനായ മനുഷ്യനോട് ദൈവം ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ സമാധാനപ്പെടുന്നത് അങ്ങനെയാണ്, അവനെന്നെ അടിച്ചാലും എന്നെ മുറിവേൽപ്പിച്ചാലും അവനെ സൗഖ്യമാക്കും, 3-ാം നാൾ എഴുന്നേൽക്കുമെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ കഷ്ടപ്പാടുകൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ കർത്താവ് പറയുന്നതാണ്, ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, അതിന് ഞാൻ ജയിച്ചിരിക്കുന്നു, അതുപോലെ നമ്മളും ജയിക്കും. അപ്പം ഈ ലോകത്തിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ 3-ാം നാൾ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ള ബോധ്യമാണ്. യഹൂദന്മാരുടെ ഒരു വിശ്വാസം 3-ാം നാൾ, 3rd day, അതായത് 3-ാം പക്കം എന്ന് പറയുന്നത് ഒരു പ്രത്യാശ. അതായത് ഒരു മനുഷ്യൻ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് 3 ദിവസം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് മാർത്തയും മറിയയും പറയുന്നത്, ഇന്ന് 4 ദിവസമായല്ലോ. കാരണം ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അപ്പോൾ ആ പ്രതീക്ഷ നഷ്ടപ്പെടുന്നിടത്താണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ദൈവം അവിടെ പ്രവർത്തിക്കുകയാണ്, ദൈവം ഇടപെടുന്നത് അവിടെയാണ്. അപ്പം നമ്മുടെ ഏത് പ്രയാസങ്ങളും ഒക്കെ വന്നാലും ശരി, ദൈവത്തിൽ ആശ്രയിക്കുക, ആ ദൈവം അവിടെ ഇടപെടുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് 2024 കടക്കുമ്പോൾ, അതിലേക്കൂടെ 2025 നമ്മൾ കടന്നു പോകുമ്പോൾ, അവിടെ പ്രാർത്ഥനാപരമായ ജീവിതം, ദൈവത്തിൽ ആശ്രയം ജീവിക്കാം. ദൈവത്തിൻ്റെ തിരുക്കുടുംബം പോലെ, ആ യേശുമ്പുരാൻ്റെ തിരുക്കുടുംബം പോലെ, ആ കുടുംബത്തെ പോലെ ജീവിക്കാം. തെറ്റിയതോടെ നമുക്ക് ക്ഷമിക്കാം. പ്രയാസങ്ങൾ ദുഃഖങ്ങളും വരുമ്പോൾ 3-ാം നാൾ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന ബോധ്യത്തോടെ കഷ്ടങ്ങളും പ്രയാസവും ഒക്കെ തരണം ചെയ്ത് നമ്മൾ കർത്താവ് മാതൃകയാണെന്ന ബോധ്യത്തോടെ ജീവിക്കാം. അങ്ങനെ മറ്റുള്ളവരോട് ക്ഷമിക്കാം. അങ്ങനെ 2025 എല്ലാവർക്കും സന്തോഷപ്രദകരമായി തീരട്ടെ, ആഹ്ലാദഭരിതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.